യുദ്ധം എന്നത് ഒരു മഹാമാരി പോലെ പൊട്ടിപ്പുറപ്പെടുന്നതല്ല. വലിയ ആലോചനകൾക്ക് ശേഷം സ്വന്തം ശക്തിയും ശത്രുവിന്റെ ശക്തിയും ശക്തിക്ഷയവും ഉൾപ്പെടെ വിലയിരുത്തിയ ശേഷമാണ് ആക്രമണം തുടങ്ങുന്നത്. പക്ഷേ യുദ്ധം സാധാരണക്കാരുടെ മനസ്സുകളിൽ പൊട്ടിപ്പുറപ്പെടുന്ന മഹാമാരി പോലെ തീക്ഷ്ണമാണ്. ഇറാൻ ജനതയ്ക്കും ഭരണകൂടത്തിനും പക്ഷേ അങ്ങനെയല്ല. അവർ എപ്പോഴും യുദ്ധസജ്ജമാണ്, മാനസികമായും ആയുധപരമായും. ട്രംപ് കരുതുന്നതിലും എത്രയോ മടങ്ങ് തയ്യാറാണ് ഇറാൻ കരയുദ്ധത്തിന്. അതുകൊണ്ടാണ് യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാൻ പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും, ലക്ഷ്യങ്ങൾ നേടി എന്നൊക്കെ പറഞ്ഞു. അത് തന്ത്രമായിരിക്കാം, പതുങ്ങിയിട്ട് ആക്രമിക്കാൻ. പക്ഷേ ഇറാൻ പിൻവാങ്ങുന്നതായി സൂചിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടില്ല. ഒരു മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ഇറാനാണ്. നിരവധി പേർ, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തു. ഓരോ സംഭവവും ഇറാന്റെ ശൗര്യം വർദ്ധിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂവെന്ന് കാണാം. നിങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഞങ്ങൾ ഇന്നലെ തന്നെ തയ്യാർ എന്നതുപോലെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകൾ. ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ വീണ്ടും തുറന്നില്ല എങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കുമെന്ന ആദ്യ ഭീഷണിയിൽ നിന്ന് ട്രംപിന് പിന്മാറേണ്ടി വന്നത് തന്നെ ഇറാന്റെ വിജയമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം അഥവാ ഭീഷണിയെ ഇറാൻ അവഗണിച്ചു. ഇരുപക്ഷവും ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ നിഷേധിച്ചു. ട്രംപിന് തിരിച്ചടിയേറ്റത് യുദ്ധഭൂമിയിൽ മാത്രമല്ല, സ്വന്തം നാട്ടിലും അതായിരുന്നു സ്ഥിതി. രണ്ടാം തവണ പ്രസിഡന്റായ ശേഷം ട്രംപിന്റെ റേറ്റിംഗ് ഏറ്റവും താഴ്ന്ന നിലയിലായി. കൂടാതെ ട്രംപിന്റെ മാറ-എ-ലാഗോ റിസോർട്ട് ഉൾപ്പെടുന്ന ഫാം ബീച്ച് കൗണ്ടിയിൽ ഉൾപ്പെടുന്ന ഫ്ലോറിഡയിൽ 2 ലെജിസ്ലേറ്റീവ് സീറ്റുകൾ ഡെമോക്രാറ്റുകൾ നേടി. ഇറാൻ യുദ്ധം 2ാം മാസത്തിലേക്ക് അടുക്കുമ്പോൾ ചർച്ചകൾ തുടരുകയാണ് എന്നും ഇറാൻ ഒരു കരാറിനായി യാചിക്കുകയായിരുന്നുവെന്നും ട്രംപ് തറപ്പിച്ചു പറയുന്നു. ഇരുപക്ഷവും തമ്മിൽ ചില സന്ദേശങ്ങൾ കൈമാറി. എന്നാൽ ഏതെങ്കിലും ഉഭയകക്ഷി ചർച്ചകൾ നടന്നതായി തെളിവുകളൊന്നുമില്ല. ഇസ്രയേലിനും US-നും അനുകൂലമായ 15 പോയിന്റ് US പദ്ധതി ഇറാൻ നിരസിക്കുക മാത്രമല്ല, സ്വന്തം ബദൽ പദ്ധതിയും മുന്നോട്ട് വെച്ചു. ഇരുപക്ഷത്തു നിന്നുമുള്ള നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള യഥാർത്ഥ ശ്രമം വളരെ കുറവാണ് എന്നാണ്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ 1 വർഷത്തിനുള്ളിൽ 2 തവണ ആക്രമിച്ച ട്രംപ് ഭരണകൂടത്തെ ഇറാന് അവിശ്വാസമാണ്. ട്രംപ് ആഗ്രഹിച്ച പോലെ യുദ്ധം നടന്നിട്ടില്ല എന്നതിൽ സംശയമില്ല. ഏത് വിധേനയും അത് അവസാനിപ്പിക്കാൻ ട്രംപ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് വ്യക്തം. കരയാക്രമണത്തിനുള്ള തയ്യാറെടുപ്പിന് സമയം കണ്ടെത്താൻ ട്രംപ് ചർച്ചകളെ മറയാക്കുന്നു എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. മേഖലയിലെ ഒരു രാജ്യത്തിന്റെ പിന്തുണയോടെ ഇറാന്റെ ശത്രുക്കൾ ഇറാന്റെ ഒരു ദ്വീപ് കൈവശപ്പെടുത്താനുള്ള ഒരു നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് തൽ ഒരു പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് പകരം അമേരിക്കൻ അധിനിവേശത്തിനെതിരെ സ്വന്തം പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറെടുക്കാൻ ഇറാൻ തീരുമാനിച്ചു. കൗതുകം ഉണർത്തുന്ന സംഗതി എന്തെന്നാൽ, മുമ്പ് ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ പ്രതികാര ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടും അമേരിക്കൻ സമാധാന പദ്ധതിയിൽ താൽപര്യം കാണിച്ചിട്ടില്ല എന്നതാണ്. US-ന്റെയും ഇസ്രയേലിന്റെയും ആക്രമണത്തിന് തൊട്ടു മുൻപ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുകയും പുരോഗതി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒമാൻ ഇപ്പോഴും നിശബ്ദത പാലിക്കുന്നു. ഇറാനുമായുള്ള ചർച്ചകളെക്കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളിൽ നിന്ന് ഖത്തർ അകന്നു നിൽക്കുന്നു. ഖത്തർ ഒരു മധ്യസ്ഥ ശ്രമങ്ങളിലും പങ്കെടുത്തിട്ടില്ല എന്നാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ സർക്കാർ വക്താവ് മജീദ് അൽ അൻസരി പറഞ്ഞത്. സൗദി യുദ്ധം തുടരുന്നതിന് അനുകൂലമാണ് എന്ന് റിപ്പോർട്ടുണ്ട്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഞങ്ങൾക്കൊപ്പം യുദ്ധം ചെയ്യുന്നു എന്ന് പോലും ട്രംപ് അവകാശപ്പെട്ടു. അത് ശരിയാകാം, അല്ലായിരിക്കാം. പക്ഷേ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ തുടങ്ങിയ ചില ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ നിലവിലെ കടുത്ത ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്നു. കാരണം അത് ഭാവിയിൽ അവർക്ക് കൂടുതൽ വലിയ ഭീഷണിയായി മാറിയേക്കാം എന്നത് തന്നെ. ഇറാനിൽ ഒരു കരയുദ്ധത്തിന് ട്രംപ് അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. പക്ഷേ അത് പരിഗണിക്കുന്നുണ്ട് എന്ന സൂചനകളുണ്ട്. ഇത് സംഘർഷം ഗണ്യമായി വർദ്ധിപ്പിക്കും. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെ ഈ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. 82ാമത് എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ഏകദേശം 2000 സൈനികർ ഇതിനകം ഗൾഫിലേക്ക് പുറപ്പെട്ടു. അറിയിപ്പിൽ ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ ഈ പാരാട്രൂപ്പർമാരെ വിന്യസിക്കും. പാരാച്യൂട്ട് ആക്രമണങ്ങൾ നടത്താനും കഴിയും. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഉൾപ്പെട്ട മിക്കവാറും എല്ലാ സംഘർഷങ്ങളിലും 82ാം ഡിവിഷൻ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ജപ്പാൻ ആസ്ഥാനമായുള്ള ആംഫിബിയൻസ് ആക്രമണ കപ്പലായ USS ട്രിപ്പോളിയും ആംഫിബിയസ് ലാൻഡിംഗ് ഡോഗ് USS ന്യൂ ഓർലിയാൻസും അവരുടെ സൈനികരോടൊപ്പം ചേരും. ഈ വിന്യാസം ഗൾഫിൽ ഏകദേശം 7000 US സൈനികരെ കൂടി ഉൾപ്പെടുത്തും. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപ് ആക്രമിക്കുകയോ ഉപരോധിക്കുകയോ ചെയ്യുക
ഭൂഗർഭ മിസൈൽ നഗരം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഖാഷം ദ്വീപ് ആക്രമിക്കുക തുടങ്ങിയ നിരവധി ഓപ്ഷനുകൾ ഈ സൈനികർ ട്രംപിന് നൽകുന്നുണ്ട്. ടെഹ്റാൻ കപ്പൽ വിരുദ്ധ യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ നിയന്ത്രണം ഏകീകരിക്കാൻ സഹായിക്കുന്ന ലാറക് ദ്വീപാണ് മറ്റൊരു ലക്ഷ്യം. ഇറാനിയൻ ബങ്കറുകൾ, ചരക്ക് കപ്പലുകൾക്ക് കേടുപാടുകൾ വരുത്താൻ കഴിവുള്ള ആക്രമണ കപ്പലുകൾ, കടലിടുക്കിലെ ചലനം നിരീക്ഷിക്കുന്ന റഡാറുകൾ എന്നിവ ഈ ഔട്ട് പോസ്റ്റിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇസ്ഫഹാനിലെ സൗകര്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ഏകദേശം 454 കിലോഗ്രാം ഭാരമുള്ള യുറേനിയം പിടിച്ചെടുക്കാൻ 82ാം ഡിവിഷൻ പാരാട്രൂപ്പർമാരെ ഇറാന്റെ ഉള്ളിൽ വിന്യസിച്ചേക്കാമെന്ന് ചില റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഏതൊരു US അല്ലെങ്കിൽ ഇസ്രായേലി സൈനിക യൂണിറ്റിനും ഏറ്റവും അപകടകരമായ ദൗത്യമായിരിക്കും അത്. കഴിഞ്ഞ ജൂണിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവ് നശിപ്പിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇറാൻ അതിനെ സമ്പുഷ്ടമാക്കുന്നതിനായി പുതിയ സൗകര്യങ്ങൾ പുനർനിർമ്മിച്ചതായി റിപ്പോർട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഇറാൻ ഇത്തരമൊരു സാഹചര്യത്തിന് തയ്യാറെടുക്കുകയാണ്. വിയറ്റ്നാം, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ US പ്രവർത്തനത്തെക്കുറിച്ച് സൈന്യം സമഗ്രമായി പഠിച്ചിട്ടുണ്ട്. കൂടാതെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഉപദേശവും പരിശീലനവും നേടിയിട്ടുണ്ട്. സംഘർഷത്തിന്റെ ഈ ഘട്ടത്തിനായി ഇറാനികൾ അവരുടെ ഏറ്റവും മികച്ച സൈനിക ഉപകരണങ്ങളും മിസൈലുകളും കരുതി വച്ചിരിക്കാം. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് വിമാനവാഹിനി കപ്പലുകളെ മുക്കാൻ കഴിയുന്ന നൂതന കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഇറാന് നൽകാൻ ചൈന സമ്മതിച്ചു. ആ മിസൈലുകൾ എത്തിച്ചാൽ കരയാക്രമണത്തിനായി സൈന്യത്തെ വിന്യസിക്കുന്ന US കപ്പലുകൾക്ക് അവ ഗണ്യമായി ഭീഷണി ഉയർത്തും. ഇറാന്റെ സൈന്യവും റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സും തങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ഗാഡ് ദ്വീപിന് ചുറ്റും ആന്റി പേഴ്സണൽ, ആന്റി ആർമർ മൈനുകൾ ഉപയോഗിച്ച് US സൈനികർക്കായി കെണികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. US കരയാക്രമണം നടന്നാൽ ആദ്യ ലക്ഷ്യമാക്കാൻ സാധ്യതയുള്ള ഗാഡ് ദ്വീപാണിത്. മറ്റു ദ്വീപുകളിലും അവർ സമാനമായ കെണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. US സൈനികർക്ക് മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളി ഏതെങ്കിലും ഒരു ദ്വീപിൽ ഇറങ്ങാൻ കഴിഞ്ഞാലും വീണ്ടും ആയുധങ്ങളും മറ്റും എത്താതെ കൂടുതൽ കാലം അതിജീവിക്കാൻ പ്രയാസമായിരിക്കും എന്നതാണ്. ഇറാനികൾ അത് തടയാൻ സാധ്യമായതെല്ലാം ചെയ്യും. US ഇസ്രായേലി സൈന്യങ്ങൾ ഈ ദ്വീപുകളിലെ വ്യോമതാവളങ്ങളും റഡാറുകളും നശിപ്പിച്ചു. അങ്ങനെ നന്നായി തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു ശത്രുവിനെ തോൽപ്പിക്കുക എളുപ്പമല്ല. ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പരിചയസമ്പന്നരായ പോരാളികളാണ്. അവരിൽ പലരും വർഷങ്ങളായി ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം, സിറിയയിൽ ബാഷർ അൽ അസദിന്റെ സേനയ്ക്കൊപ്പം US-നും അറബ് പിന്തുണയുള്ള മിലിഷ്യകൾക്കുമെതിരെ പോരാടിയിട്ടുമുണ്ട്. അവരിൽ നിന്ന് ഗറില്ല ആക്രമണങ്ങൾ US പ്രതീക്ഷിക്കണം. അമേരിക്കക്കാരെയും ഇസ്രായേലുകളെയും നേരിടാൻ അവർ മതപരമായി പ്രചോദരമാണ്. തൽഫലമായി US-ന് ഗണ്യമായ എണ്ണം നാശനഷ്ടങ്ങളും സൈനികർ ബന്ദികളാക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇസ്രായേലുമായി ഈ യുദ്ധത്തിൽ പങ്കുചേരാനുള്ള ട്രംപിന്റെ തീരുമാനത്തോട് മിക്ക അമേരിക്കക്കാരും യോജിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ എണ്ണം കൂടുകയാണ്. റോയിട്ടേഴ്സിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ വോട്ടെടുപ്പ് കാണിക്കുന്നത് ഈ സംഖ്യ 61% വർദ്ധിച്ചുവെന്നാണ്. യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ ഒരു CNN പോൾ കണ്ടെത്തിയത് 41% പേർ യുദ്ധത്തെ പിന്തുണച്ചു എന്നാണ്. US-ൽ പെട്രോൾ വില ഉയരുന്നതും ട്രംപിന് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. ഇറാൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം എണ്ണയുടെയും വാതകത്തിന്റെയും വില ഗണ്യമായി വർദ്ധിച്ചു. ഡിസംബറിൽ ഇത് 30% വ്യാഴാഴ്ച പുറത്തിറക്കിയ പുതിയ സൂചിക പ്രകാരം ഈ വർഷം US-ലെ പണപ്പെരുപ്പം 4.2% എത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് വ്യാവസായിക രാജ്യങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തുന്ന പ്രതികാര ആക്രമണങ്ങൾ ട്രംപിന്റെ സാമ്പത്തിക പദ്ധതികളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ രാജ്യങ്ങൾക്ക് ഇതിനകം തന്നെ എണ്ണ, വാതക വരുമാനം കോടിക്കണക്കിന് നഷ്ടപ്പെട്ടു. കൂടാതെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ട്രംപിന്റെ ഈ മേഖലയിലേക്കുള്ള യാത്രയുടെ ഫലമായി $2 ട്രില്യൺ നിക്ഷേപ കരാറുകൾ ഉണ്ടായി. യുദ്ധം അതിനെ അപകടത്തിലാക്കി. കര ആക്രമണത്തിലൂടെ സംഘർഷം രൂക്ഷമാകുകയാണെങ്കിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളോടൊപ്പം US സമ്പദ് വ്യവസ്ഥയും വലിയ ആഘാതം നേരിടും. എന്നാൽ ഇത് തന്നെയാണ് ഇറാന്റെ തന്ത്രവും ലക്ഷ്യവും. കപ്പൽ ഗതാഗതം അനുവദിക്കാതെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടതും ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ പ്രതികാര ആക്രമണങ്ങളും US-നും ഗൾഫ് സഖ്യകക്ഷികൾക്കുമിടയിൽ ഒരു വിഭജനം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ മണ്ണിൽ US താവളങ്ങളുടെ ആവശ്യകതയെ ചോദ്യം ചെയ്യും. ഈ രാജ്യങ്ങൾ ഇറാനിയൻ ആക്രമണങ്ങളെ നേരിടുന്നതിന്റെ കാരണം തന്നെ ഈ താവളങ്ങളാണ്. അങ്ങനെ സ്വയം കുഴിച്ച കുഴിയിൽ വീണ ട്രംപ് കൂടുതൽ ആഴങ്ങളിലേക്ക് പതിക്കാനുള്ള സാധ്യതയാണ് കരയുദ്ധം തുറന്നു വയ്ക്കുന്നത്.